MS എക്സലിൽ VLOOKUP എന്ന ഒരു ഫംഗ്ഷനും അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനെ പറ്റിയുമാണ് വിശദീകരിക്കാൻ പോകുന്നത്. MS എക്സലിലുള്ള വളരെ പവർഫുള്ളായ VLOOKUP, HLOOKUP, ഇൻഡെക്സ് തുടങ്ങിയ ഫംഗ്ഷനുകളിൽ നിന്നും VLOOKUP ഉപയോഗിച്ച് എക്സലിൽ ഉണ്ടാക്കിയ 2 ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഒരു പർച്ചേസ് ഓർഡർ ആണ്. അതായത് VLOOKUP ഉപയോഗിച്ച് ഒരു പർച്ചേസ് ഓർഡർ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ. രണ്ടാമത്തെ ഫയൽ ഒരു വെയർഹൌസിലെ സ്റ്റോക്ക് മാനേജ് ചെയ്യുന്നതിന് എക്സലിൽ VLOOKUP എങ്ങനെ ഉപയോഗിക്കാം. ഈ 2 ആപ്ലിക്കേഷൻസ് ആണ് ഇന്ന് ഞാൻ VLOOKUP ഉപയോഗിച്ച് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കാൻ പോകുന്നത്. പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കി ചെയ്യുന്നതിന് ഒരു ഒറ്റ വീഡിയോയിൽ കൂടി മാത്രം സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം എന്താണ് VLOOKUP ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് എന്ന് വിശദീകരിക്കാം. അതിനുശേഷം ഈ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് എക്സൽ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അവ എങ്ങനെ ഉപയോഗിക്കാം എന്നും വിശദീകരിച്ചതിന് ശേഷം ഈ 2 ആപ്ലിക്കേഷനും എക്സലിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെ എന്ന് കാണിക്കാം. കാരണം ഇത് എക്സലിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ വരുന്ന ഒരു എക്സസൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും നല്ലതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻസ് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ. ഇനി ഞാൻ VLOOKUP ഉപയോഗിച്ച് ചെയ്ത ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് കാണിക്കാം. അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റു ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഒരു പർച്ചേസ് ഓർഡർ ആണ്. ഈ പർച്ചേസ് ഓർഡർ 2 ഷീറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തേത് ഡേറ്റ ഷീറ്റ്, രണ്ടാമത്തേത് ടേബിൾ ഷീറ്റ്. 2 ഷീറ്റിൽ ഇതാണ് ഒരു ഞാൻ ഇതിനെ ഫുൾ സ്ക്രീനിലാക്കാം. ഫുൾ സ്ക്രീൻ ആകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് വ്യൂ കിട്ടും. അതിന് നമ്മൾ നേരത്തെ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്, Alt VU ഫുൾ സ്ക്രീൻ. ഇവിടെ ഇത് കമ്പനി നെയിം, പർച്ചേസ് ഓർഡർ, ഫോം ട്രിവാൻഡ്രം, ഡേറ്റ് കൊടുക്കുന്നു, ഓർഡർ നമ്പർ കൊടുക്കുന്നു. അതുപോലെ ഇവിടെ കമ്പനിയുടെ അഡ്രസ്. ഇവിടെ നിന്ന് നമുക്ക് കുറെ ഈ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് അലുമിനിയം കോമ്പോസിറ്റ് പാനലും അതിന്റെ കോഡുമാണ്. ഇത് അലുമിനിയം കോമ്പോസിറ്റ് പാനൽ, ബ്രൈറ്റ് സിൽവർ ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട്. അതിന്റെ കമ്പനിയുടെ കോഡാണ് ഇത്. SB101 എന്ന് പറയുന്നത് ആ കമ്പനി ഉപയോഗിക്കുന്ന ഈ ഐറ്റത്തിന്റെ കോഡും അതിന്റെ സൈസ്, അതിന്റെ തിക്നെസ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡ് 1082, 10183 അങ്ങനെ പോകുന്നു. ഇത് അതിന്റെ ആക്ച്വൽ കോഡ്, A കോഡ്, സൈസ്. ഇങ്ങനെ ഒരു ഡാറ്റാബേസ് നമ്മൾ ഒരു ഷീറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ടേബിൾ ഷീറ്റ്. ഇത് എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 10182 ബ്രൈറ്റ് സിൽവർ എന്ന് പറയുന്ന ഐറ്റം, അതിന്റെ കമ്പനി കോഡ് SB101, അതിന്റെ സൈസ് 8 feet by 4, 2 mm തിക്നെസ്. ഇങ്ങനെ എല്ലാ ഐറ്റവും ചേർത്ത് ഒരു ഷീറ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം Avodha promise you a bright future. Learn now, pay after you land a job. Register now.